ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലം 5-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ സ്വർഗത്തിൻ്റെ വലിയ രഹസ്യങ്ങളെയാണല്ലോ ഈ കാലഘട്ടത്തിൽ മുഴുവനും നാം ധ്യാന വിഷയമാക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഫലമായി മനുഷ്യന് ലഭിച്ച രക്ഷയെക്കുറിച്ചുള്ളതാണ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന 4 വചനഭാഗങ്ങളും വ്യക്തമാക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നുള്ള 2 വായനകളും പഴയ നിയമ ദൈവജനമായ ഇസ്രായേലിന് ദൈവം നൽകിയ രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നവയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള 1-ാമത്തെ വായനയുടെ ഉള്ളടക്കം മോശ ജനത്തിന് നൽകുന്ന പ്രബോധനങ്ങളും ഉപദേശങ്ങളുമാണ്. വചനഭാഗം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മുടെ കണ്ണുടക്കുന്ന ഒരു വചനമുണ്ട്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യം: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ളൊരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. പഴയ നിയമ ദൈവജനത്തെ രാഷ്ട്രീയ വിമോചനം നൽകി ഈജിപ്തിൽ നിന്നും കാനാനിലേക്ക് നയിച്ച മോശയെപ്പോലെ മോശയേക്കാൾ ശ്രേഷ്ഠനായ ഈശോ മിശിഹായുടെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ് ഈ വചനം. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലും പ്രതീകവുമാണല്ലോ. ഇസ്രായേൽ ജനം തിരുസഭയുടെയും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണമായ സ്വർഗരാജ്യത്തിൻ്റെയും അടിമത്തത്തിൽ നിന്നും ജനത്തെ വിമോചിപ്പിച്ച മോശ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ച ഈശോയുടെയും പ്രതീകങ്ങളാണല്ലോ. തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് പ്രവേശിക്കാൻ മോശയുടെ വാക്കുകൾ കേട്ട ജനം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം നേടാൻ ഇനി ശ്രവിക്കേണ്ടത് ഈശോയുടെ വചനങ്ങളെയാണ്. നിയമാവർത്തന പുസ്തകത്തിലെ ഈ പ്രവചനത്തിന് സ്വർഗം തന്നെയും ഒരു സ്ഥിരീകരണം നൽകുന്നത് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ പിതാവിൻ്റെ സാക്ഷ്യം ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്നാണല്ലോ. ഇതുവരെ നിങ്ങൾ ശ്രവിച്ച മോശയുടെയും ഏലിയായുടെയും സ്ഥാനത്ത് ഇനി നിങ്ങൾ ശ്രവിക്കേണ്ടത് ദൈവം തന്നെയായ അവിടുത്തെ ഏകജാതൻ്റെ വചനങ്ങളാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 2-ാം വായനയിൽ ബാബിലോൺ അടിമത്തത്തിൽ നിന്നും ആസന്ന ഭാവിയിൽ യാക്കോബ് ഭവനത്തിന് ലഭിക്കാനിരിക്കുന്ന വിടുതലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അവിടെയും രക്ഷ സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ബൈബിൾ പണ്ഡിതരുടെ ഭാഷ്യത്തിൽ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അവിടുത്തെ സഹനദാസൻ, ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം തന്നെയാണ്. ആ ശിഷ്ടഭാഗത്തിലൂടെ തന്നെയാണ് ദൈവം തൻ്റെ ആശ്വാസവും രക്ഷയും ജനത്തിന് നൽകുന്നത്. യേശയ്യാ പ്രവാചകനിലെ ഈ സഹനദാസന് പുതിയ നിയമത്തിലെത്തുമ്പോൾ ഒരു ശരീരവും വ്യക്തിത്വവും ലഭിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പാപം മുഴുവൻ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവൻ മാറുന്നു. ദൈവം നൽകിയ ശിക്ഷയല്ല, മറിച്ച് ശിക്ഷണമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ബാബിലോണിലെ അടിമത്തം. ആ സഹനത്തിലൂടെ അവർ ദൈവത്തിൻ്റെ ശിക്ഷണം ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വിമോചനം പ്രാപിച്ചു. ഈശോയും തൻ്റെ സഹനത്തിലൂടെ മനുഷ്യന് രക്ഷ സാധ്യമാക്കി. ഈ 2 വായനകളുടെയും പൂർത്തീകരണം സംഭവിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്താണ്. തൻ്റെ കുരിശുമരണത്തെ ഈശോ പ്രതീകാത്മകമായി വിശദീകരിക്കുന്ന രംഗമാണത്. ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റ് മരിച്ചു വീണവരെ രക്ഷിക്കാൻ മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെയാണ് ഈശോ തൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നത്. ഏദൻ മുതൽ മനുഷ്യവംശത്തിൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന പിശാചാകുന്ന സർപ്പത്തിൻ്റെ തല ഈശോ തൻ്റെ കുരിശിൽ തകർത്തു. മരുഭൂമിയിൽ സർപ്പദംശനമേറ്റു വീണവർ മോശ ഉയർത്തിയ സർപ്പത്തെ നോക്കിയപ്പോൾ ജീവിച്ചുവെങ്കിൽ കാലത്തിൻ്റെ അന്ത്യം വരെയുള്ള പാപത്തിൻ്റെ എല്ലാ ദംശനവും ഭാരവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി കുരിശിൽ ഉയർത്തപ്പെട്ട ദൈവപുത്രനെ നോക്കുന്നവർ എത്രയോ അധികമായി നിത്യജീവൻ സ്വന്തമാക്കും. മരണമേ, നിൻ്റെ ദംശനം എവിടെയെന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. വീണ്ടും കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വചനത്തിൽ ശ്ലീഹ ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അതെ, ഈശോ നമുക്ക് പകരക്കാരനായി. സഹനത്തിൻ്റെ കയ്പ് അവൻ എടുത്തു മാറ്റി. ദൈവം സഹിച്ചപ്പോൾ സഹനം മധുരമായി മാറി. സഹനത്തെ രക്ഷയ്ക്കുള്ള ഉപാധിയാക്കി മാറ്റി. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഉയർത്തുക എന്നതിന് ഹിപ്സു എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 2 അർത്ഥതലങ്ങളാണുള്ളത്. ഒന്നാമതായി, കുരിശിൽ ഒരാൾ തറയ്ക്കപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്നും സ്വാഭാവികമായും ഉയർന്നു നിൽക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു. 2-ാമത്തെ അർത്ഥം മഹത്വീകരണം എന്ന ആശയമാണ്. ഈശോ പിതാവിനെയും തന്നെയും മഹത്വപ്പെടുത്തിയത് തൻ്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ്. തൻ്റെ കുരിശുമരണത്തിലൂടെ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കിക്കൊണ്ട് പിതാവിനെ അവിടുന്ന് മഹത്വപ്പെടുത്തി.
തുടർന്നുള്ള വചനം ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ദൈവസങ്കല്പത്തിന് പുതിയ അർത്ഥതലങ്ങൾ നൽകിയ വചനമാണ്. ശക്തിയും പ്രതാപവും ആധിപത്യവും അധികാരവും അത്ഭുതവും ദൈവികതയുടെ അടയാളങ്ങളായി പരിഗണിച്ചിരുന്ന ഒരു ലോകത്തിന് സ്നേഹിക്കുന്ന, ആ സ്നേഹത്തെ പ്രതി സ്വയം നൽകുന്ന, ശൂന്യവൽക്കരിക്കുന്ന, ഇല്ലാതാകുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ഈ വചനത്തിലൂടെ യോഹന്നാൻ സമ്മാനിച്ചു. സ്വന്തം പ്രാണനായ പുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അവിടുന്ന് വിട്ടു നൽകിയതിൻ്റെ സുന്ദര കഥ പറയുന്ന വചനമാണിത്. ഇവിടെയും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, മനുഷ്യരക്ഷയ്ക്കായി ആദ്യത്തെ ചുവട് വയ്ക്കുന്നത് ദൈവമാണ്. അതിനോട് സഹകരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വം. ഈ സഹകരണം പ്രധാനമായും ഉദ്ദേശിക്കുക ദൈവപുത്രനിൽ വിശ്വസിക്കുക എന്നതാണ്. വിശ്വസിക്കുന്നവർ അവൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷ പ്രാപിക്കും. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് നൽകിയ ദർശനത്തിൽ പറയുന്നത് പോലെ, ഈശോയുടെ കുരിശിനപ്പുറത്തല്ല ലോകത്തിലെ ഒരു പാപിയും. അവിടുത്തെ കുരിശിനെ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു പാപിയുമില്ല. ആവശ്യപ്പെടുന്നത് അനുതാപത്തോടെ വിശ്വസിക്കാനുള്ള ഒരു ഹൃദയം മാത്രമാണ്. വീണ്ടും ഇവിടെയും ദൈവം തന്നെയാണ് ഒരു വ്യക്തിയെ അനുതാപത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നതെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ വരവിന് ശേഷം ലോകത്തെ രണ്ടായി തിരിക്കാം: ഈശോയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും. ദൈവപുത്രനെ സ്വയം നിഷേധിക്കുന്നവരെയും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരെയും രക്ഷിക്കാൻ ദൈവത്തിനും സാധിക്കില്ല. വിശുദ്ധ ആഗസ്തീനോസ് പറയും പോലെ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും തങ്ങളുടെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ തുടരാൻ, പ്രകാശത്തെ സ്വീകരിക്കാതെ അന്ധകാരത്തിൽ തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണവർ. എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരുന്നു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നു. ഇപ്രകാരം ദൈവൈക്യത്തിൽ പ്രവർത്തിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഉത്സാഹത്തോടെ അധ്വാനിക്കാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ ലേഖനഭാഗത്ത് ഹെബ്രായ ലേഖകൻ തരുന്നത്. നമ്മുടെ വിശ്വാസത്തെ ദൈവൈക്യ പ്രവൃത്തികളിലൂടെ പ്രചരിപ്പിക്കുന്നവരായി നമുക്ക് മാറാം. ലേഖകൻ അവസാനിപ്പിക്കുന്നത് ഉത്സാഹവും വിശ്വാസവും ദീർഘക്ഷമയും വഴി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിച്ചവരെ, അതായത് നമുക്ക് മുമ്പേ ജീവിച്ച് കടന്നുപോയ വിശുദ്ധാത്മാക്കളെ അനുകരിക്കുന്നവരാകണമെന്ന ആഹ്വാനത്തോടെയാണ്. ഇപ്രകാരം ദൈവം അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം നിറവേറുമെന്ന് ക്ഷമാപൂർവ്വം വിശ്വസിച്ച പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ ദിനം കൂടിയാണ് ഇന്ന്. ഉണ്ണീശോയെ ദൈവാലയത്തിൽ സമർപ്പിച്ച സുന്ദര ദിനം. സഹനങ്ങളെ പ്രാർത്ഥനകളാക്കിയ അമ്മയുടെ മാതൃക നമ്മയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.